ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ സാരി എടുക്കാൻ വേണ്ടി പോവാം. അവിടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് നമ്മൾ കല്യാണ സാരിയൊക്കെ നോക്കി. ഇപ്പം അച്ഛനും അമ്മയും പോയി നോക്കി. ഭയങ്കര ഹൈപ്പ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക സാധനം കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമൊക്കെയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ട്രയലാണ് ഇന്ന്. പോയിട്ട് ഉടുത്തൊക്കെ നോക്കി എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സർപ്രൈസായിട്ട് നിങ്ങളെ സാരി കാണിക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമയില്ല. നിങ്ങൾ ഈ വീഡിയോയിലൂടെ എൻ്റെ സാരി കാണുന്നതായിരിക്കും അതെ. അപ്പം എന്തായാലും പിന്നെ കല്യാണത്തിന് നമുക്ക് എന്തായാലും മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാമല്ലോ. ഇന്നിപ്പോൾ നമ്മളെന്തായാലും സാരി ഉടുക്കണേ ഒക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൗസ് ഓഫ് കെമ്പിലോട്ട് പോവാണ്. പോയി നമുക്ക് സാരിയൊക്കെ ഉടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടിട്ട് നോക്കാം. വരാം. ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സാധു അമ്മാവൻ. ഹായ് അമ്മ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പർ. അതും എങ്ങനെയുണ്ട് സാരി? ഇതാണ് എൻ്റെ സാരി. ബാക്കും തിരിഞ്ഞ് എങ്ങനെയുണ്ടാവും? സൂപ്പറായിട്ടുണ്ട്. എടാ കുത്തിയിട്ടില്ലേ ഇവിടെ? പിന്നുണ്ടോ? പിന്നുണ്ടോ? ഒരു പിന്നെ തരുമോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അമ്മ ചുമ്മാ കത്തി നിൽക്കുന്നു സീൻ. അപ്പോൾ നമ്മൾ ട്രയലൊക്കെ കഴിഞ്ഞു. അമ്മയുടെയും അച്ഛൻ്റെയും അമ്മയും അച്ഛനും നേരത്തെ നോക്കിയിട്ട് ഇരിക്കുന്നു. അമ്മ ഹായ് പറ. അമ്മയുടെ അച്ഛൻ്റെ നേരത്തെ കഴിഞ്ഞു. അപ്പം അവരെ നോക്കിയിട്ട് പോയി. നമ്മൾ വന്ന് നോക്കി. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കി എല്ലാ കടയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അടിപൊളി. ഫുള്ള് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും സൂപ്പറായിട്ടോ. നമുക്ക് താഴെയും കൂടി കുറച്ച് കാണാൻ ബാക്കിൽ നന്നായിട്ടുണ്ടായിരുന്നല്ലേ? അല്ല ബാക്കിലൊരു നീ എന്നെ എടുത്തിട്ട് ബാക്കിലാണ് ഇത് ചെയ്തിരുന്നത്. അല്ല കളറാണ് ഭയങ്കര. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നമുക്ക് ഉദ്ദേശിക്കുന്ന സൂപ്പറായിരുന്നു.
ഗൗണാണ്. ഫുള്ളിങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഹെവി നെക്കില്ലേ? ഹെവി നെക്ക്, ഇങ്ങനെ ഹൈ നെക്കാണ്. ഭയങ്കര രസമായിട്ട് പിന്നെ അതുപോലെ ഇതൊക്കെ വൈറ്റ് ആയിരുന്നു കേട്ടോ. വൈറ്റ് ആയിരുന്നു. അത് ഡൈ ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കളേഴ്സിലേക്ക് എടുക്കുകയോ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനത്തെ സാരി, ഇത് തന്നെ സാരി നമുക്ക് ഇനിയും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്. നമ്മളവിടെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പറയും ഇതിൻ്റെ 10 എണ്ണം വേണം, 15 എണ്ണം വേണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്രൊഡക്ഷൻ ചെയ്തെടുക്കാം. എന്ത് വേണമെങ്കിലും പ്രൊഡക്ഷൻ ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളിടുന്ന ഏത് സാരി വേണമെന്ന് റിപ്പീറ്റഡ് പറഞ്ഞാലും എനിക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് വേറെ ബ്ലൗസ് ചെയ്തിട്ട് അതിൻ്റെ ബാഗ് നോക്കിക്കേ. ഒക്കെ ഡിഫറെൻ്റ് ആണ് ഐഡിയാസും ഇതൊക്കെ. അതിൻ്റെ പിള്ളേരുടെ ക്രിയേറ്റീവ് ഇതിപ്പോൾ നിങ്ങളുടെ അടുത്തേക്കുന്ന കംപ്ലീറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള തീമാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ ക്രിസ്ത്യൻ ബ്രൈഡൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ്. അങ്ങനെ വരും. ഇതാണ് അതിൻ്റെ ഒരു തീം. ഈ കളർ ഓഫ് ഫാബ്രിക് ഇപ്പോൾ ഒരിക്കലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല. നമ്മൾ എത്ര അന്വേഷണം കിട്ടത്തുമില്ല. അപ്പം നമ്മൾ വൈറ്റ് എടുത്തിട്ട് നമ്മൾ ആ സാരിക്ക് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്തെടുത്തതാണ്. ഫുൾ ടൈം ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന പീസായിട്ടൊക്കെ കുറേ സമയമെടുക്കും. ഇതൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ വരുന്ന ഇതുണ്ടാവും നമ്മൾ ചെയ്യുന്ന ഇതിൽ. ലെഹങ്കാസൊക്കെ ചെയ്യുമ്പോഴേ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള ഡിസൈൻ ഉണ്ടാവും. ഓരോന്നും ഇങ്ങനെ വേണം, ഭയങ്കര പെർട്ടിക്കുലർ ആയിരിക്കും. ഇന്ന കളറ് ഇന്ന ടൈപ്പ് ഓഫ് വർക്ക്. ഇപ്പോൾ അവർ കൺഫേം ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഓറിയൻറ്റ് ചെയ്ത് പോകുന്നത്. വൈകുന്നേരം വീണ്ടും അവർ പോകും, എന്നിട്ട് വീണ്ടും വരും. ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് വീണ്ടും ആ വർക്ക് വീണ്ടും ചെയ്യുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് അതിൻ്റെ ഹോൾസ് ഇടും. എന്നിട്ട് പിന്നെ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ചോക്ക് റബ്ബ് ചെയ്യുമ്പോഴാണ് ആ മാർക്കിംഗ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ നെറ്റിൻ്റെ ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബീഡ്സ്, നെറ്റ്, സ്റ്റോൺസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആക്ച്വലി അത് ചെയ്യുന്നത്. ഇതിൽ ഡേ ആൻഡ് നൈറ്റ് അവർ വർക്ക് ചെയ്യും. ഇതൊരു 1 month പോവും. കാരണം ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇതുപോലെ തന്നെ ഫുൾ വർക്ക് ഉണ്ടാവും, ദുപ്പട്ട ഫുൾ വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല എക്സ്റ്റെൻഡ് ടൈം വരും. അതൊന്നും നമ്മളിപ്പോൾ കാണുന്ന ചെറിയൊരു കളറിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത്രയും കളേഴ്സ് അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വേണ്ടിട്ടും അങ്ങനെ ഓരോ കലീസ് റെഡി ആവാനായിട്ട് സാമ്പിൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. छोटू भाई बांधे है। हाँ। ഇതുപോലെ തന്നെയാണ് ഇവരുടെ മോഡൽ സാരിയും ബ്ലൗസും ഒക്കെ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത്
കൊച്ചിനെ പോലെ തന്നെ. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഉണ്ണിയുടെ കല്യാണം. അത് കഴിഞ്ഞ് ഓരോ സെഷൻ അത് ഉണ്ടാവണത് വരണത് വലുതാവണത് അല്ലേ, ഒരു ശരിക്കും കഥ ഞങ്ങൾക്ക് സ്റ്റോറി പറയുന്ന പോലെയാണ് ഞങ്ങളുടെ ഒരു ബന്ധം. ഇവിടെ താങ്ക് യു ഇല്ല. നേരം എന്നെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് പോരാ, ഒന്ന് ശരിയാക്കിക്കോട്ടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ശരി. അടിപൊളിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര